ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ഞങ്ങൾ വെറുതെ വീട്ടിലിരുന്നപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഫാമിലോട്ട് പോയിട്ടോ. ഇത് സ്കോട്ട്ലൻഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഫാമാണ്. അവിടെ ചെന്നപ്പോൾ ഒബിയസ്ലി ഷീപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ എമൂനെ കണ്ടു. പിന്നെ സർപ്രൈസ് ആയത് പീക്കോക്കിനെ കണ്ടപ്പോഴാണ് കേട്ടോ. പീക്കോക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഈ ക്ലൈമറ്റിൽ പിടിച്ച് നിൽക്കണതെന്ന് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി. പിന്നെ കോഴികൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിറയെ. ഈ മുയലുകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പണ്ട് കാർട്ടൂൺസിലൊക്കെ കാണുന്ന പോലെ ഫുള്ളി വൈറ്റ് ആയിട്ടുള്ള മുയലുകൾ. ഫീഡ് ചെയ്യുമ്പോൾ അവർ നമ്മളായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇരുന്നിരുന്നതാണ്. പിന്നെ അവിടെ കുറേ ആടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ആ ആടുകൾക്കെല്ലാം ഓരോ പേരുകൾ അവരിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. ഡയറി പ്രൊഡക്ട്സും പിന്നെ മീറ്റും അതെല്ലാം നമുക്ക് അവിടെ നിന്ന് മേടിക്കാനായിട്ട് അവൈലബിൾ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു ആക്സസറി ഷോപ്പും പിന്നെ പിസ്സ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് പിസ്സ കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ എല്ലാവരും മാഷ്മെല്ലോ മേടിച്ചിട്ട് ചൂടാക്കി കഴിക്കണം. ഞാൻ ആദ്യം കണ്ടപ്പോൾ അവിടെ ഒരു തീയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം ഈ തണവത്ത് ഇങ്ങനെ തീയൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് വെച്ചേക്കണായിരുന്നു. പിന്നെ എല്ലാവരും മാഷ്മെല്ലോ കൊണ്ടുപോയി ചൂടാക്കി കഴിക്കണപ്പോൾ ഞങ്ങൾ മാഷ്മെല്ലോ ഒക്കെ മേടിച്ച് ചൂടാക്കി കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ ഒരു പംകിൻ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഹാലോവിനോടനുബന്ധിച്ച്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി. അവിടെ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് എന്തോ 6 പൗണ്ട് അങ്ങനെ എന്തോ ആയിരുന്നു. അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പംകിനൊക്കെ വെച്ചിട്ട് അവർ ഓരോ ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ പംകിൻ നമുക്ക് മേടിച്ചിട്ട് ഓരോ ഷേപ്പ് മറ്റേ ഹാലോവിൻ്റെ രീതിയിലൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരിവിടെ ഇതേപോലെ വൈക്കോലിൻ്റെ ഉള്ളിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹാലോവിൻ്റെ തീമിലായിട്ട്. അതിൻ്റെ ഉള്ളിൽ ആദ്യം കയറാൻ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നെങ്കിലും പിന്നെ കയറി കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്കള്ള് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റ്സ് ഇങ്ങനെ മാറി മാറി വന്ന് കൊണ്ടിരുന്നതാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മൾ ഇടിക്കും, മറ്റേ വണ്ടർലയിലുള്ള മായക്കണ്ണൻ്റെ സംഭവം പോലെയൊക്കെ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ചെറിയ ചെറിയ സ്പേസൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഈ ഒരു പംകിൻ ഫെസ്റ്റിവലിൻ്റെ ഉള്ളിൽ ഒരു ഷീപ്പിനെ ഇവർ പംകിൻ്റെ കളറിൽ പെയിൻ്റൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല രസമായിട്ട് അവിടെ ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫാം ഇരിക്കുന്ന സ്ഥലം കാണാൻ അടിപൊളിയാണ്. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ഇത്.